ഹലോ എവരിവൺ, ദിസ് ഇസ് ദീപ്തി തോമസ് ഫ്രം ടീച്ചേഴ്സ് അക്കാഡമി. നമ്മുടെ പാർട്ട് സിയിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇംപ്ലിക്കേഷൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ഒന്നുകൂടെ പോയി കാണാൻ സാധിക്കും. നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ആക്ടിവിറ്റിയുടെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അത് എന്താണ് എന്നുള്ളത്. കാരണം മിക്ക സ്റ്റുഡൻസിനും അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല. ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ പറയാതെ പറഞ്ഞു, ഓൾറെഡി ഓതർ ഇതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് മേ ബി ഡയറക്റ്റ് ആവണം എന്നില്ല. അങ്ങനെ ഒരു ഡയറക്റ്റ് കൺക്ലൂഷനിൽ എത്താതെ പക്ഷെ നമ്മളത് വായിക്കുമ്പോൾ അതിൽ നിന്നൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതിനെയാണ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ റീഡിങ്ങിൽ കണ്ടുവരാറുണ്ട്. സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പോകാം വീഡിയോയിലേക്ക്. So let's start with our today's small session. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് OET reading part C implications. ഇംപ്ലിക്കേഷനെ കുറിച്ച് നേരത്തെ ഒരു ചെറിയൊരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇംപ്ലിക്കേഷൻസ് എന്താണ്, ഇംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്താണ്, അത് പാർട്ട് സിയിലാണ് കൂടുതലായിട്ട് ചോദിക്കപ്പെടുന്നത്. അതിലൊരു ചെറിയ സെഷൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇംപ്ലിക്കേഷനെ കുറിച്ച് ഇച്ചിരി കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു സെഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് അറിയാം. ഇംപ്ലൈ, വാട്ട് ഡസ് ദി ഓഥർ വാണ്ട് ടു ഇംപ്ലൈ, ഓർ ഫ്രം ദിസ് സ്റ്റേറ്റ്മെന്റ് what is the author's implications. അപ്പം ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ബേസിക്കലി ചോദിക്കപ്പെടുന്നത് OET റീഡിംഗ് പാർട്ട് സിയിലാണ്, അല്ലെ? OET റീഡിംഗ് പാർട്ട് സിയിലാണ് ഇങ്ങനത്തെ, ബിക്കോസ് അവിടെയാണ് റീസെർച്ച് മെറ്റീരിയൽസ് വരുന്നത്, അവിടെയാണ് ഓഥറിന്റെ കാഴ്ചപ്പാടുകൾ, ഓഥറിന്റെ ഒപ്പീനിയൻസ്, വ്യൂ പോയിന്റ് ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അവിടെയാണ് ഇങ്ങനത്തെ ഇംപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് ചോദിക്കപ്പെടുന്നത്. ഓക്കെ, so നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് we will try to understand more deeply about implication by doing a little practice on finding implication words from the text. അപ്പം ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് ഇംപ്ലിക്കേഷൻ സെന്റൻസ് അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ വേർഡിനെ കുറിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി കൂടി നല്ല രീതിയിൽ ഇംപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, അതിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് OET പാർട്ട് സിയിൽ നിങ്ങൾക്ക് വലിയൊരു ടെക്സ്റ്റ് ആണ് കിട്ടുന്നത് നമുക്കറിയാം. നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ടീമിൽ കിട്ടുന്ന ഒരു ടെക്സ്റ്റ് ആണ്, വലിയൊരു ടെക്സ്റ്റ് ആയിരിക്കും, റീസെർച്ച് മെറ്റീരിയൽ ആയിരിക്കും. നിങ്ങൾക്ക് അത് ചെയ്യാൻ ഇച്ചിരി കൂടി സമയമുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു റീഡിങ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് ബിറ്റ്വീൻ ദ ലൈൻസ് വായിക്കേണ്ടതോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയ മെസ്സേജ് മെസ്സേജ് വായിക്കാൻ കിട്ടാറുണ്ട്, അല്ലെ? സോ ഇൻഡയറക്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ ക്ലിയർ മനസ്സിലാവണമെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് ഡെയിലി. നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ബിക്കോസ് പലപ്പോഴും സ്റ്റുഡൻസ് പറയുന്നതാണ്, എനിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല, ഓഥർ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. സോ ഇൻ ഓർഡർ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദ ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെസ്സേജ് യു ഹാവ് ടു പ്രാക്ടീസ് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? സോ ഇംപ്ലിക്കേഷനെ കുറിച്ച് മനസ്സിലായിട്ടുള്ളൂ. ദ കൺക്ലൂഷൻ ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം സംതിങ് ഓൾദോ ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ്. അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അയാൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഞങ്ങളോട് ഓരോ മെസ്സേജ് തരാൻ ഉദ്ദേശിക്കുന്നതാണ് ഇംപ്ലിക്കേഷൻസ്. സോ ടു അണ്ടർസ്റ്റാൻഡ് ഇംപ്ലിക്കേഷൻ വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസസ് അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദി ഓഥർ, ലെറ്റ്സ് പ്രാക്ടീസ്. നമുക്ക് ഇന്ന് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഒരു ഫ്രേസ് തന്നിട്ടുണ്ട് ഇവിടെ, അത് നമുക്ക് വായിക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് വായിക്കാം, എന്നിട്ട് നമുക്ക് ഇതിനകത്തു നിന്നുള്ള ഇംപ്ലിക്കേഷൻ സെന്റൻസസിൽ നമുക്ക് എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇംപ്ലിക്കേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഐ എം ജസ്റ്റ് ലെറ്റിംഗ് എവറി വൺ നോ ഹൗ ടു പ്രാക്ടീസ് ഇംപ്ലിക്കേഷൻ. നമുക്ക് ഇംപ്ലിക്കേഷൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇംപ്ലിക്കേഷൻ എന്താണ്, അത് ക്വസ്റ്റ്യൻ എങ്ങനെ വരും ഒക്കെ നമ്മൾ കഴിഞ്ഞൊരു സെഷനിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയും എങ്ങനെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം ടു അണ്ടർസ്റ്റാൻഡ് ഇംപ്ലിക്കേഷൻസ്, അതിനെ കുറിച്ച് നമ്മൾ ഇന്ന് ചെറിയൊരു സെഷനിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ചെറിയൊരു ടെക്സ്റ്റ് വായിക്കാം. ഡെൽറ്റാക്രോൺ വേരിയന്റിനെ കുറിച്ചാണ് ഈ ഒരു ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. എഴുതിയ ആൾ ഷീന മെറിഡിത്ത്, 10th January 2022. ഓക്കെ, hot on the heels of last week's French variant, an alert about cases of flurona, co-infection with both COVID-19 and flu, the mainstream media lit up again this weekend with reports of a controversial new Deltacron variant. Okay, allegedly a combination of the Delta and Omicron strains of COVID-19. The latest variant was claimed by Leonidas Kostryakis,
Professor of Biological Sciences and Head of the Laboratory of Biotechnology and Molecular Virology at the University of Cyprus. As responses on Saturday by Bloomberg, Professor Kostrik told Cyprus broadcaster Sigma TV that he and his team had identified 25 such cases in Cyprus, with their sequences sent to GSI-8, the international database that tracks virus sequences on January 7. അപ്പം ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഇംപ്ലിക്കേഷൻസ് വേർഡ്. ഇൻഡയറക്ട്ലി ഇവിടെ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്, അതാണ് നമ്മൾ ഇനി ഇംപ്ലിക്കേഷൻ സെന്റൻസ് വേർഡ് ആണ് നമ്മൾ ഇനി തപ്പാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഇത് വായിച്ചു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത് ബിക്കോസ് ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഇത് വായിച്ചിട്ട് നിങ്ങൾ ഇതിനകത്ത് തന്നെ ഒരു ഇംപ്ലിക്കേഷൻ വേർഡ് തപ്പിയെടുക്കാനാണ് ഐ വാസ് നോട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് ഇംപ്ലിക്കേഷൻസ് വേർഡ് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അയാൾ ഓഥർ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അവിടുന്ന് ഇംപ്ലിക്കേഷൻ വേർഡ്സ് നമുക്ക് എടുക്കാം. ഓക്കെ, ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് ഇംപ്ലിക്കേഷൻ സെന്റൻസസ്. കണ്ടോ, അപ്പം ഇംപ്ലിക്കേഷൻ സെന്റൻസസിന് ഞാൻ എന്താണ് ഇച്ചിരി ബോൾഡ് ആയിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ഡെൽറ്റ ക്രോൺ വേരിയന്റ് നമ്മളത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഡെൽറ്റ ക്രോൺ വേരിയന്റിനെ കുറിച്ചാണ് ഈ ഒരു ടെക്സ്റ്റ് സംസാരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ലൈൻ തന്നെ കണ്ടോ. അപ്പൊ ഷീന മെരിഡിത്ത് ആണ് ഈ ഒരു ടെക്സ്റ്റ് എഴുതിയത്. അപ്പൊ ഓഥർ ആരാ? ഷീന മെരിഡിത്ത് അല്ലേ? Hot on the heels of last week's French variant. കണ്ടോ, hot on the heels. കണ്ടോ, ഇൻഡയറക്ട്ലി എന്തോ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. ഹോട്ട് ഓൺ ദ ഹീൽസ് എന്നൊരു ഫ്രേസ് ഇവിടെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹാപ്പനിങ് വെരി സൂൺ ആഫ്റ്റർ സംതിങ്. എന്തോ സംഭവിച്ചതിന്റെ കൂടെ അല്ലെങ്കിൽ പുറകെ തന്നെ വേറെ എന്തോ സംഭവിക്കുന്നു. മനസ്സിലായോ? ഹാപ്പനിങ് വെരി സൂൺ ആഫ്റ്റർ സംതിങ്. ഒരു കാര്യം സംഭവിച്ചതിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അതിന്റെ പുറകെ തന്നെ വേറെ ഒരു കാര്യം കൂടി സംഭവിക്കുന്നു എന്നാണ് ഹോട്ട് ഓൺ ദ ഹീൽസ് എന്നൊരു ഫ്രേസിന്റെ അർത്ഥം. ഓക്കെ, അപ്പം ഓഥർ ഇവിടെ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഹോട്ട് ഓൺ ദ ഹീൽസ് ഓഫ് ലാസ്റ്റ് വീക്ക് ഫ്രഞ്ച് വേരിയന്റ്. കണ്ടോ, കഴിഞ്ഞ ആഴ്ചയാണ് ഒരു എന്താണ് COVID-19 ഒരു ഫ്രഞ്ച് വേരിയന്റ് കണ്ടുപിടിച്ചത്. അതിന്റെ പുറകെ തന്നെ ഹോട്ട് ഓൺ ദ ഹീൽസ് കണ്ടോ അടുത്തത് ഒരു വേരിയന്റ് വന്നിരിക്കുന്നു, ഡെൽറ്റ ക്രോൺ വേരിയന്റ്. കണ്ടോ, ഹോട്ട് ഓൺ ദ ഹീൽസ് ഓഫ് ലാസ്റ്റ് വീക്സ് ഫ്രഞ്ച് വേരിയന്റ്. ഫ്രഞ്ച് വേരിയന്റ് എന്ന് ലാസ്റ്റ് വീക്ക് കണ്ടുപിടിച്ചതേ ഉള്ളൂ. അതിന്റെ പുറകെ തന്നെ വേറെ ഒരു വലിയൊരു സാധനം അല്ലെങ്കിൽ വേറെ ഒരു വലിയൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു എന്നല്ലേ കാണിക്കുന്നത് ഹോട്ട് ഓൺ ദ ഹീൽസിന്റെ അർത്ഥം. ക്ലിയർ ആണോ? അപ്പം ഫ്രഞ്ച് വേരിയന്റ് കഴിഞ്ഞ ആഴ്ച COVID-19 ഒരു പുതിയ വേരിയന്റ് കഴിഞ്ഞ ആഴ്ചയെ കണ്ടുപിടിച്ചിട്ടുള്ളായിരുന്നു. അതിന്റെ പുറകെ തന്നെ വേറെ ഒരു ഹോട്ടായ ഒരു കാര്യം മുന്നോട്ട് വന്നു, ഡെൽറ്റ ക്രോൺ വേരിയന്റ് വന്നിരിക്കുന്നു. അപ്പം അയാൾ എന്താ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് തന്നെ എന്തോ വലിയ കാര്യം സംഭവിച്ചു എന്നല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഹോട്ട് ഓൺ ദ ഹീൽ നമ്മുടെ ഒരു ഇംപ്ലിക്കേഷൻ വേർഡ് ആണ്. കണ്ടോ, ഫ്രേസ് കിട്ടിയല്ലോ. അപ്പം അയാൾ എന്താ പറയുന്നത്? ഫ്രഞ്ച് വേരിയന്റ് കഴിഞ്ഞ ആഴ്ചയെ കണ്ടുപിടിച്ചിട്ടുള്ളായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഇപ്പം തന്നെ കണ്ടോ പുതിയൊരു വേരിയന്റ് കൂടി വന്നിരിക്കുകയാണെന്നാണ് ഹോട്ട് ഓൺ ദ ഹീൽസ് എന്നൊരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അയാൾ അവിടെ ഇംപ്ലൈ ചെയ്യുന്നത്. കിട്ടിയോ? ഹോട്ട് ഓൺ ദ ഹീൽസ് ഓഫ് ലാസ്റ്റ് വീക്സ് ഫ്രഞ്ച് വേരിയന്റ് ആൻഡ് അലേർട്ട് അബൌട്ട് കേസസ് ഓഫ് ഫ്ലൂറൂണ co-infection with COVID-19 flu, the mainstream media lit up again this weekend with reports of a controversial new Delta Cron variant. കണ്ടോ, മീഡിയ പിന്നെയും എന്ത് സംഭവിച്ചു? പ്രകാശിച്ചു. ലിറ്റ് അപ്പ് അഗൈൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഫ്രഞ്ച് വേരിയന്റ് കണ്ടുപിടിച്ചിട്ട് മെയിൻ സ്ട്രീം മീഡിയ അതിനെ കുറിച്ച് സംസാരിച്ച് വന്നതേ ഉള്ളായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഇപ്പം ഒരു ഡെൽറ്റ ക്രോൺ വേരിയന്റ് കണ്ടുവന്നതുകൊണ്ട് മെയിൻ സ്ട്രീം മീഡിയ പിന്നെയും പ്രകാശിച്ചു. മെയിൻ സ്ട്രീം മീഡിയ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ന്യൂസ് ചാനൽ അല്ലെങ്കിൽ TV മീഡിയ അല്ല. മെയിൻ സ്ട്രീം മീഡിയ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ടാബ്ലോയിഡ്സ് ഇല്ലേ, ഈ ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയാസ്, ഇവിടത്തെ അതിനെ പറയുന്നതാണ് മെയിൻ സ്ട്രീം മീഡിയ. അപ്പൊ മെയിൻ സ്ട്രീം മീഡിയ പിന്നെയും പ്രകാശിച്ചു. കണ്ടോ, അപ്പം എന്താണ് പറയുന്നത്? ഡെൽറ്റ ക്രോൺ വേരിയന്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ മെയിൻ സ്ട്രീം മീഡിയ പിന്നെയും പ്രകാശിച്ചു. ദിസ് വീക്കെൻഡ് കണ്ടോ,
ഈ ഒരു വീക്കെൻഡ് അത് പിന്നെയും പ്രകാശിച്ചു. വിത്ത് റിപ്പോർട്ട്സ് ഓഫ് എ കോൺട്രവേഴ്ഷ്യൽ ന്യൂ ഡെൽറ്റാക്രോൺ വേരിയന്റ്. കണ്ടോ, ഡെൽറ്റാക്രോൺ വേരിയന്റിനെ കുറിച്ച് വന്ന ഒരു കോൺട്രവേഴ്ഷ്യൽ ഡെൽറ്റാക്രോൺ വേരിയന്റ് അതിന്റെ റിപ്പോർട്ട് വന്നതുകൊണ്ട് മെയിൻ സ്ട്രീം മീഡിയ പിന്നെയും പ്രകാശിച്ചിരിക്കുന്നു. ക്ലിയർ ആണോ? അപ്പം പുതിയ ഒരു വിവാദമായ ഒരു വേരിയന്റ് വന്നിരിക്കുന്നതിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ ലിറ്റ് അപ്പ് അഗെയിൻ. സോ കോൺട്രവേഴ്ഷ്യൽ ന്യൂ എന്ന് പറഞ്ഞാൽ അതും ഒരു ഇംപ്ലിക്കേഷൻ ഉള്ള വേർഡാണ്. കോൺട്രവേഴ്ഷ്യൽ ന്യൂ എന്ന് പറയുമ്പോൾ പുതിയത് ഒരു വിവാദമായ ഒരു വേരിയന്റ് വന്നിട്ടുണ്ട് അല്ലെ. എന്നിരുന്നാലും സയന്റിസ്റ്റ് അതിനെക്കുറിച്ച് വലിയ രീതിയിൽ കൺവിൻസ്ഡ് അല്ല. കോൺട്രവേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ കുറെ വാദവിവാദം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതില് എന്താണ്, പോസിറ്റീവും കാണും നെഗറ്റീവും കാണും അല്ലെ. അപ്പം കോൺട്രവേഴ്ഷ്യൽ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചെങ്കിൽ ഡെൽറ്റാക്രോൺ വേരിയന്റിനെ കുറിച്ച് വലിയ രീതിയിൽ സയന്റിസ്റ്റ് കൺവിൻസ് ആയിട്ടില്ല. വിവാദകരമായ ഒരു പുതിയ വേരിയന്റ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഡെൽറ്റാക്രോൺ വേരിയന്റ്സിനെ കുറിച്ച് ഇവിടെ വരെ വലിയ രീതിയിലൊന്നും ആൾക്കാർ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ കൺവിൻസ്ഡ് ആയിട്ടില്ല എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വീക്കായ ഒരു പോയിന്റ് അല്ലേ കാണിക്കുന്ന. ഓഥർ നല്ല രീതിയിലൊന്നും വിശ്വസിക്കുന്നില്ല, എന്നാലും ഒരു വീക്ക് രീതിയിലൊക്കെ പോകുന്നുണ്ട് അല്ലെ. ക്ലിയർ ആണോ? അപ്പൊ കോൺട്രവേഴ്ഷ്യൽ ഒരു വാക്ക് ഉപയോഗിച്ചപ്പോൾ എന്തായി, ഡെൽറ്റാക്രോൺ വേരിയന്റ് ഒരു വിവാദം നിറഞ്ഞ ഒരു പുതിയ വേരിയന്റ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് വലിയ രീതിയിൽ നമുക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ അല്ലേ ആ കോൺട്രവേഴ്ഷ്യൽ വാക്ക് ഇംപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? മനസ്സിലായല്ലോ? അപ്പം ഇതൊക്കെയാണ് ഇംപ്ലിക്കേഷൻസ്. ഇൻഡയറക്ട്ലി അയാൾ ആ ഒരു വാക്കിൽ നിന്ന് ഓഥർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. Allegedly a combination of the Delta and Omicron strain. കണ്ടോ, allegedly a combination. allegedly എന്ന് പറയുമ്പോൾ എന്താണ്, ആരോപിക്കുക എന്ന് പറയത്തില്ലേ. നമ്മൾക്ക് തോന്നുന്നത് ഡെൽറ്റയും കോവിഡ്-19 ഡെൽറ്റയും ഒമിക്രോൺ സ്ട്രെയിന്റെ കോമ്പിനേഷൻ ആയേക്കാം ഡെൽറ്റാക്രോൺ എന്ന് നമ്മൾ എന്താണ് ആരോപിക്കുന്നു. അത് ഉറപ്പായിട്ടില്ല. നമ്മൾ എലിജിഡ്ലി എന്നൊരു വാക്ക് ഉപയോഗിച്ചപ്പോൾ അതാണ്, അത് ആണോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ അലിജറ്റ്ലി എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ദ ഡെൽറ്റ ഒമിക്രോൺ സ്ട്രെയിൻ ഓഫ് കോവിഡ്-19 അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ഡെൽറ്റാക്രോൺ കോവിഡ്-19 ഡെൽറ്റ ആൻഡ് ഒമിക്രോൺ സ്ട്രെയിന്റെ കോമ്പിനേഷൻ എന്ന് പറയായിരുന്നു. പക്ഷെ ഇവിടെ എലിജറ്റ്ലി എ കോമ്പിനേഷൻ എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് ഇത് ആരോപിക്കപ്പെടുന്നു ദാറ്റ് ഡെൽറ്റ ആൻഡ് ഒമിക്രോൺ സ്ട്രെയിന്റെ കോമ്പിനേഷൻ ആണ് ഡെൽറ്റാക്രോൺ എന്ന് ആരോപിക്കപ്പെടുന്നു. അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ഉറപ്പില്ല. ക്ലിയർ ആണോ? അപ്പം എലിജറ്റ്ലി ഒരു ഇംപ്ലിക്കേഷൻ അല്ലേ. ഇൻഡയറക്ട്ലി എന്താണ് പറയുന്നത്, ഉറപ്പില്ലായ്മയാണ് കാണിക്കുന്നത്. എലിജഡ്ലി എന്നൊരു വാക്കിന്ന് ഈ രണ്ട് സ്ട്രെയിന്റെ കോമ്പിനേഷൻ ആണോ ഇല്ലയോ എന്ന് ഉറപ്പില്ല, ഡൗട്ട് ആയിട്ടാണ് സംസാരിക്കുന്നത്. ക്ലിയർ ആണോ? The latest variant was claimed by Leonidas Kostrakis. കണ്ടോ, അയാളാണ് അതിനെക്കുറിച്ച് ക്ലെയിം ചെയ്തത്. നമുക്ക് ഉറപ്പില്ല. ക്ലിയർ ആണോ? ക്ലെയിംഡ് ബൈ. അപ്പം നമ്മളിവിടെ എന്താണ് നമ്മൾക്കൊന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ച്. അയാളാണ് അതിനെക്കുറിച്ച് ക്ലെയിം ചെയ്തത്. അപ്പം ഇൻഡയറക്ട്ലി എന്താണ്, നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഇയാളുടെ വാക്കിൽ നിന്നാണ് നമ്മൾ ഇതെടുത്ത് സംസാരിക്കുന്നത് എന്ന രീതിയിലാണ് ഷീന ഇവിടെ സംസാരിക്കുന്നത്. ക്ലെയിംഡ് ബൈ. അപ്പം നമ്മളൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മളായിട്ട് ഈ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നില്ല. ഈ ഒരു കാര്യം ക്ലെയിം ചെയ്ത ആളാണ് ലിയോണ്ടിയോസ് കോസ്ട്രിക്കസ്. ക്ലിയർ ആണോ? അപ്പം ക്ലെയിം എന്നൊരു വാക്കും ഒരു ഇംപ്ലിക്കേഷൻ വേർഡ് അല്ലേ. Okay, next. As responses on Saturday by Bloomberg, Professor Kostrik told Cyprus broadcaster Sigma TV that he and his team had identified. കണ്ടോ, ഈ ഒരു വാക്ക്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു 3 ലൈനിന്റെ ഈ ഒരു പാരഗ്രാഫ് ഇച്ചിരി കൂടി സ്ട്രോങ് ആയിട്ട് പറയുന്നു. നമ്മൾ ആദ്യം വായിച്ച 2 പാരഗ്രാഫ് വലിയ സ്ട്രോങ് അല്ലായിരുന്നു. ഓഥറിനെ ഒരു ഡൗട്ട് പോലെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഫ്രഞ്ച് വേരിയന്റ് പുറകെ തന്നെ ഒരു പുതിയൊരു വേരിയന്റ് വന്നിട്ടുണ്ട്. കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു വേരിയന്റ് ആണ്. അതിനെക്കുറിച്ച് വലിയ രീതിയിൽ അറിയത്തില്ല. മെയിൻ സ്ട്രീം മീഡിയ അത് കേട്ടപ്പോൾ ലിറ്റപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഡെൽറ്റ ഒമിക്രോണിന്റെ സ്ട്രെയിന്റെ കോമ്പിനേഷൻ ആണോ എന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. ക്ലെയിം ചെയ്തയാൾ ഇയാളാണെന്ന്. അപ്പൊ ഓഥർ ഇവിടെ ഒരു ഡൗട്ട് എന്ന രീതിയിലല്ലേ ഈ 2 പാരഗ്രാഫിൽ അയാൾ അവിടെ സംസാരിക്കുന്നത്. വീക്കായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. താഴെ വന്നപ്പോൾ
as responses on Saturday by Bloomberg. ബ്ലൂംബർഗ് ഒരു മീഡിയ ചാനലാണ്. ബ്ലൂംബർഗിന്റെ റെസ്പോൺസ് നോക്കിയപ്പോൾ പ്രൊഫസർ കോസ്ട്രിക് ടോൾഡ് സിപ്രസ് ബ്രോഡ്കാസ്റ്റർ സിഗ്മ ടിവി ദാറ്റ് പ്രൊഫസർ കോസ്ട്രിക് ആണ് സിപ്രസ് ബ്രോഡ്കാസ്റ്റർ സിഗ്മ ടിവിയിൽ പറഞ്ഞത് he and his team had identified 25 such cases in Cyprus. കണ്ടോ, അയാൾ എന്താ പറയുന്നത്, അയാളും അയാളുടെ ടീമും സിപ്രസിൽ ഇതിന്റെ 25 കേസസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വിത്ത് their sequence sent to GISAID, the international database that tracks virus sequence on January 7. January 7 അവർ ഇതിന്റെ കേസിൽ നിന്ന് സീക്വൻസ് എടുത്തിട്ട് GSAID അയച്ചിട്ടുണ്ട്. അവരാണ് ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം താഴെ വരുമ്പോൾ ഇച്ചിരിയും കൂടി ഉറപ്പായിട്ട് സംസാരിക്കുന്നില്ലേ, സീക്വൻസ് അയച്ചിട്ടുണ്ട്, ഇനി അവർ അതിനെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളോട് പറയും ഡെൽറ്റ ക്രോൺ വേരിയന്റിനെ കുറിച്ച് ഇച്ചിരിയും കൂടി നല്ല രീതിയിൽ സംസാരിക്കും. അപ്പം ആദ്യത്തെ രണ്ട് പാരഗ്രാഫില് ഒരു ഡൗട്ട് പോലെയായിരുന്നു. ഫ്രഞ്ച് വേരിയന്റ് പുറകെ തന്നെ ഒരു വേരിയന്റ് കൂടി വന്നിട്ടുണ്ട്. അത് കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു വേരിയന്റ് ആണ്. അതിനെക്കുറിച്ച് വലിയ അറിവില്ല, വിവാദം നിറഞ്ഞ ഒരു വേരിയന്റ് ആണ്. സയന്റിസ്റ്റ് അതിനെക്കുറിച്ച് വലിയ രീതിയിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ മീഡിയ അതിനെ അങ്ങ് പൊക്കി പറയുകയാണ്. അത് ഡെൽറ്റയും ഒമിക്രോൺ സ്ട്രെയിന്റെ കോമ്പിനേഷൻ ആണെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. ഈ ക്ലെയിം ചെയ്ത ആൾ ലിയോണ്ടിസ് കോസ്ട്രിക് ആണ്. ഓക്കെ, താഴെ വന്നപ്പോൾ അയാൾ ഇതുപോലത്തെ 25 കേസസ് കണ്ടിട്ടുണ്ട്. ഇതിന്റെ സീക്വൻസ് അയാൾ ആ ഒരു ഡേറ്റാബേസിലോട്ട് അയച്ചിട്ടുണ്ട്. ഇത് റിസൾട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ക്ലിയർ ആയല്ലോ, ഇംപ്ലിക്കേഷൻ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ ഓഥർ അവിടെ ഷീന എന്ന ഒരു ഓഥർ അവിടെ എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇംപ്ലിക്കേഷൻ സെന്റൻസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ പാരഗ്രാഫ് ഒക്കെ വായിക്കുമ്പോൾ ട്രൈ ടു ഫൈൻഡ് ഇംപ്ലിക്കേഷൻ വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസ് അല്ലെങ്കിൽ ഫ്രേസ് മനസ്സിലാക്കിയിട്ട് ഇൻഡയറക്ട്ലി അവിടെ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇംപ്ലിക്കേഷൻ സെന്റൻസസ് അല്ലെങ്കിൽ ഫ്രേസ് വെരി ഈസിലി. ഓക്കെ, അപ്പം ഇൻഡയറക്റ്റ് ആയ മെസ്സേജ് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് ഡെയിലി. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇന്റർനെറ്റിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആർട്ടിക്കിളിൽ നിന്ന് ചെറിയൊരു 3-4 പാരഗ്രാഫിന്റെ ടെക്സ്റ്റ് എടുത്തിട്ട് അത് വായിക്കുമ്പോൾ ഇൻഡയറക്ട്ലി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കുറെ ഇംപ്ലിക്കേഷൻ വേർഡ്സ് സെന്റൻസസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇൻഡയറക്ട്ലി എന്താണ് അവിടെ പറയപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് വേ ഓഫ് പ്രാക്ടീസിങ് ഇംപ്ലിക്കേഷൻസ്. ഓക്കെ, സോ ഐ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ട്, ഇംപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. സോ എല്ലാവർക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ ഡെയിലി ഒരു ചെറിയ പാരഗ്രാഫ് എടുത്തിട്ട് നിങ്ങളൊന്ന് വായിക്കുക. ഇതിനകത്ത് ഇംപ്ലിക്കേഷൻ വാക്കുകൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, സോ ഐ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്.